നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. സ്പീക്ക് ടു ഇൻസ്പയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീരുമാനങ്ങൾ എങ്ങനെ ജീവിതം മാറ്റുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു നല്ല തീരുമാനം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷ്യങ്ങൾ എങ്ങനെ ശരിയായി നിശ്ചയിക്കാം. സുഹൃത്തുക്കളെ, ലോകത്തിലെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത ഒരു യാത്ര പോലെയാണ്. ലക്ഷ്യം എന്തുകൊണ്ട് പ്രധാനമാണ്? പലർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷെ വ്യക്തമായ ലക്ഷ്യങ്ങളില്ല. സ്വപ്നം നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. ലക്ഷ്യം അവിടെ എത്താനുള്ള വ്യക്തമായ പദ്ധതിയാണ്. വിജയിക്കുന്ന ആളുകൾ വലിയ സ്വപ്നങ്ങൾ മാത്രം കാണുന്നവരല്ല. അവർ ആ സ്വപ്നങ്ങളെ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. പിന്നീട് ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. ഓർക്കുക, എഴുതാത്ത ലക്ഷ്യം ഒരു ആഗ്രഹം മാത്രമാണ്. വിജയത്തിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു നല്ല മാറ്റം സൃഷ്ടിക്കുന്നതായിരിക്കണം. 2. കഴിവ് വളർത്തുക. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ കഴിവുകൾ ആദ്യം വളർത്തണം. ലക്ഷ്യത്തേക്കാൾ അതിന് വേണ്ട കഴിവുകൾക്കാണ് ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഒറ്റയ്ക്ക് നടക്കേണ്ടതില്ല. നിങ്ങളെക്കാൾ മുന്നിലുള്ള ആളുകളുമായി ബന്ധപ്പെടും. അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ യാത്ര എളുപ്പമാക്കും. ലക്ഷ്യം ശരിയായി നിശ്ചയിക്കാനുള്ള 5 മാർഗങ്ങൾ. 1. ലക്ഷ്യം വ്യക്തമായിരിക്കണം. വിജയിക്കണം എന്നത് ലക്ഷ്യമല്ല. ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ബിസിനസ് ഇരട്ടിയാക്കണം, ഇതാണ് വ്യക്തമായ ലക്ഷ്യം. 2. ലക്ഷ്യം എഴുതി വയ്ക്കുക. എഴുതിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കൂടുതൽ ശക്തിയായി പതിയും. 3. സമയപരിധി നിശ്ചയിക്കുക. സമയപരിധി ഇല്ലാത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും പൂർത്തിയാകാറില്ല. 4. വലിയ ലക്ഷ്യത്തെ ചെറിയ ഘട്ടങ്ങളാക്കുക. ഓരോ ചെറിയ വിജയവും വലിയ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസം നൽകും. 5. എല്ലാ ദിവസവും അവലോകനം ചെയ്യുക. ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടെങ്കിലും മുന്നോട്ട് പോയോ എന്ന് സ്വയം ചോദിക്കൂ. ഒരു യുവാവ് എനിക്ക് വിജയിക്കണമെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. ഒരു ഗുരു ചോദിച്ചു, നിന്റെ ലക്ഷ്യം എന്താണ്? അവന് ഉത്തരമില്ലായിരുന്നു. ഗുരു പറഞ്ഞു, ലക്ഷ്യമില്ലാത്ത ആഗ്രഹം കാറ്റിൽ പറക്കുന്ന പട്ടം പോലെയാണ്. ആ ദിവസം മുതൽ അവൻ തൻ്റെ ലക്ഷ്യം എഴുതി വെച്ചു. ദിവസവും അതിനുവേണ്ടി പ്രവർത്തിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വപ്നം കണ്ട ജീവിതം സ്വന്തമാക്കി. അവൻ്റെ ജീവിതം മാറ്റിയത് വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ഒരു പേപ്പറിൽ എഴുതൂ. അതിനു താഴെ ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പ്രവൃത്തിയും എഴുതൂ. അത് ഇന്നു തന്നെ പൂർത്തിയാക്കൂ. സുഹൃത്തുക്കളെ, ഓർക്കുക, സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, പക്ഷെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഇന്നു മുതൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൂ, മൂല്യം സൃഷ്ടിക്കൂ, കഴിവ് വളർത്തൂ, നെറ്റ്വർക്ക് വികസിപ്പിക്കൂ. വിജയം നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സജിത് നമ്പ്യാർ, സ്പീക്ക് ടു ഇൻസ്പയർ. നന്ദി, നമസ്കാരം.